സീറോ മലബാർ സഭയിലെ എറണാകുളം അതിരൂപതയിൽ വൈദിക പഠനം പൂർത്തിയാക്കിയ ഡീക്കന്മാരുടെ പൗരോഹിത്യ സ്വീകരണത്തിന് വത്തിക്കാനിലെ പൗരസ്ത്യ തിരുസംഘം മുന്നോട്ട് വെച്ചിട്ടുള്ള ഉത്തരവിൽ പറയുന്ന നിബന്ധനകൾ സ്ഥായിയായി നിലനിൽക്കെ നാളിതുവരെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാതിരുന്നതും മേൽ സൂചിപ്പിച്ച ഉത്തരവുകൾ അൽമായ വിശ്വാസികളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ളതും സഭാ നേതൃനിരയാണെന്നതിൽ ഒരു സംശയവുമില്ല. സഭയെ അനുസരിക്കേണ്ടതായ കാര്യങ്ങളിൽ മെത്രാൻ സംഘവും വൈദിക സംഘവും ഭയാനകമായ വീഴ്ചകൾ വരുത്തിയെന്നത് പകൽ പോലെ ഏവർക്കും വ്യക്തമാണ്. അസാദ് കുർബാനയ്ക്ക് കുടപിടിച്ച സഭാവക്താവടക്കം ഇപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ പീലാത്തോസിനെ പോലെ കൈകൾ കഴുകി പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പ്രസ്താവനകൾ ഇറക്കി കളിക്കുകയാണ്. സഭാവക്താവെന്ന അതിരൂപതയുടെ മീഡിയ കമ്മീഷൻ സഭയിലെ ഏതു മെത്രാനെ വെളുപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള അപഹാസ്യമായ സർക്കുലറുകളുമായി ഇറങ്ങുന്നത്? സന്യാസി ജീവിതം നയിക്കേണ്ട വൈദികൻ സഭയുടെ മീഡിയ കമ്മീഷൻ സ്ഥാനത്ത് തുടരുന്നത് അപലപനീയമാണ്. ഇത്തരം ജോലികളിൽ അൽമായർ കടന്നു വരണം. വീര്യം കൂടിയ ദാഹശമനി കുടിച്ചും വയറ്റിപ്പിഴപ്പ് ലക്ഷ്യം വെച്ചും അൽമായ പ്രതിനിധികളെന്ന ലേബലിൽ നടക്കുന്നവരെയും വിളിച്ച് ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുന്ന വിഷയത്തിൽ സമവായ ചർച്ചകളിലൂടെ ധാരണയിലെത്താൻ തലശ്ശേരി മെത്രാനെയും അതിരൂപത അഡ്മിനിസ്ട്രേറ്ററെയും വത്തിക്കാൻ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ? മേൽ സൂചിപ്പിച്ച വിഷയത്തിൽ ചർച്ചകൾ അനിവാര്യമെങ്കിൽ ഫൊറോന കേന്ദ്രീകരിച്ച് സഭയോടൊപ്പം നിൽക്കുന്നവരെയല്ലേ ഉൾപ്പെടുത്തേണ്ടിയിരുന്നത്? ഇരട്ടത്താപ്പുകളിൽ നിലയുറപ്പിക്കാത്ത ധാരാളം യഥാർത്ഥ വിശ്വാസികൾ സഭയ്ക്ക് വേണ്ടി അടിയുറച്ച് നിൽക്കുമ്പോഴും വത്തിക്കാനുമായി ഇമെയിൽ സന്ദേശങ്ങളിലൂടെയും ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും അങ്ങനെയുള്ളവരോട് പ്രകോപനപരമായ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് മീഡിയ കമ്മീഷൻ പറയുന്നത് അസാദ് കുർബാനയെ അതിരൂപതയിൽ അടിച്ചേൽപ്പിക്കാനാണോ? സഭയോടുള്ള ഇരട്ടത്താപ്പ് നയം ഉപേക്ഷിച്ച് സഭാവിരുദ്ധ നേതൃത്വം പന്നിക്കൂട്ടിൽ നിന്ന് പശ്ചാത്തപിച്ച് ഇനിയെങ്കിലും ഇറങ്ങി വരണം. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സഭയോടൊപ്പം തോമസ് കാഞ്ഞിരത്തിങ്കൽ, സെന്റ് തോമസ് കോട്ടയ്ക്കാവ് ഫൊറോന ചർച്ച്, നോർത്ത് പറവൂർ.